അവസാനിച്ചാൽ സ്റ്റേജ് 1-ൽ ജൂനിയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിറന്ന മാസമാണ് റബീഉൽ അവ്വൽ. ഈ പുണ്യമാസത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കൊച്ചു കഥ പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കഥയുടെ പേര് വിസ്മയം തീർത്ത കാരുണ്യം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. മക്ക നഗരം ജനമാണ്. മനസ്സിനെ കുലിയണിക്കുന്ന കാലൊച്ച ഓരോ മണത്തനും കൊതിച്ചു പോകുന്നു. ആ ഒരു സ്പർശം എന്നിലായിരുന്നുവെങ്കിലെന്ന്. ആ കാലൊച്ച മറ്റാരുടേതുമല്ല, ലോകാനുഗ്രഹം തിരുനബിയുടേതായിരുന്നു. മരുഭൂമിയുടെ നടന്നു നീങ്ങാൻ തിരുമേനി അല്പം കാടുകൾ ഞങ്ങൾ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഒരു ഏഴ് കരച്ചിലിന്റെ ശബ്ദം. തങ്ങൾ ചുറ്റും നോക്കി. അപ്പോഴത്താ ഒരു മലവാഴൻ കിടന്നുറങ്ങുന്നു. തന്റെ അരികിൽ വലയിലകപ്പെട്ട ഒരു മാൻപേട. ആ മാൻപേട തങ്ങളെ കണ്ടപ്പോൾ കരച്ചിലിന്റെ ശബ്ദം കൂട്ടാൻ തുടങ്ങി. കണ്ണുനീരൊഴിപ്പിച്ചുകൊണ്ട് മാൻ നബിയോട് പറഞ്ഞു, നബിയേ, ഞാൻ പ്രസവിച്ച് 3 ദിവസമേ ആയിട്ടുള്ളൂ. മക്കൾക്ക് ഭക്ഷണം തേടി വന്നതാണ്. തങ്ങളെ രക്ഷപ്പെടുത്തിയാലും. ഉടനെ തന്നെ തങ്ങൾ മലവാഴനോട് പറഞ്ഞു, ആ മാനിനെ അയച്ചുവിടുക. അതിന്റെ കുട്ടികൾക്ക് പാലോട്ടി തിരിച്ചു വരും. അപ്പോൾ മലവാഴൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഈ മാൻ തിരിച്ചു വരുമോ? നിങ്ങൾ എന്ത് വിഡിത്തമാണ് പറയുന്നത്? മലമേടൻ ആലോചന ശേഷം വീണ്ടും ചോദിച്ചു, ശരി, അതിന് നിങ്ങൾ ജാമ്യം നിൽക്കുമോ? തങ്ങൾ പറഞ്ഞു, ആ ഞാൻ ജാമ്യം നിൽക്കാം. അപ്പോൾ മലമേടൻ മുഖത്തോണ്ട് പറഞ്ഞു, ഈ മാൻ തിരിച്ചു വന്നില്ലെങ്കിൽ അതിനു പകരമായി ഞാൻ നിന്നെ അറുത്ത് കളയും. തങ്ങൾ മലമേടനോട് പറഞ്ഞു, താങ്കൾക്ക് നിന്നെ എന്തു വേണമെങ്കിലും ചെയ്യാം. ഉടനെ തന്നെ മലമേടൻ ആ മാനിനെ അയച്ചു വിട്ടു. മാൻ ഓടി മറഞ്ഞു. പറഞ്ഞ സമയം കഴിയാൻ നിമിഷങ്ങൾ മാത്രമാക്കി. മലമേടിന്റെ കൊട്ടാര പുന്നാരത്തിലേക്ക് നീളുന്നു. അപ്പോഴത്താ പൊടി പറഞ്ഞങ്ങൾ പറത്തി ആ മാൻപിടി എത്തിക്കഴിഞ്ഞു. എന്തൊരു അത്ഭുതമാണ്! മലമേടിന്റെ അമ്മ പോയി. ഉടനെ തന്നെ അവൻ ഞമ്മോട് ചോദിച്ചു, താങ്കൾ ആരാണ്? തങ്ങൾ പറഞ്ഞു, ഞാനാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ തന്നെ അവൻ ഇസ്ലാം മതം സ്വീകരിക്കുകയും ആ മാനിനെ അയച്ചുവിടുകയും ചെയ്തു. എന്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.